ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സിജോ പുറത്തായിരിക്കുകയാണ്. ഏകദേശം 2 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ 15 ദിവസത്തിനുള്ളിൽ തന്നെ റോക്കിയുമായിട്ടുണ്ടായ ഒരു അടിയുടെ പുറത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട വന്ന വ്യക്തിയാണ് സിജോ. ആദ്യത്തെ ചില ആഴ്ചകളിൽ തീർച്ചയായിട്ടും സിജോയ്ക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. വിന്നർ മെറ്റീരിയൽ എന്ന് പല പ്രേക്ഷകരും പറഞ്ഞ ഒരു മത്സരാർത്ഥിയാണ് സിജോ. പക്ഷേ സിജോയ്ക്ക് എന്താണ് തെറ്റുപറ്റിയത്? ആദ്യം മുതൽ തന്നെ ഒരു പ്രൊവോക്കിംഗ് ഗെയിമാണ് സിജോ മുന്നോട്ട് വെച്ചത്. തീർച്ചയായിട്ടും എനിക്കതിലൊരു താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സിജോയുടെ ഒരു സപ്പോർട്ടറായിട്ട് മഴവിൽ മീഡിയ നിന്നിട്ടില്ല. കാരണം പേഴ്സണലി താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ. എന്നാൽ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനും വന്നിട്ടില്ല. മാത്രമല്ല, റോക്കിയുമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൽ റോക്കിയാണ് തെറ്റ് ചെയ്തതെങ്കിലും ആ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്രൊവോക്കിംഗ് രീതി സിജോയെ അവിടെ പയറ്റുന്നത് നമ്മൾ കണ്ടതാണ്. പ്രൊവോക്ക് ചെയ്ത് മേടിച്ച ഒരടിയാണ് റോക്കിയുടെ കയ്യിൽ നിന്നും സിജോ. ആ സിജോ റോക്കി അടി കണ്ട എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. അത് മാക്സിമം സിജോ ഒരാവശ്യവുമില്ലാതെ റോക്കിയെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. റോക്കി ഓൾറെഡി എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സിജോയും അങ്ങോട്ട് ചെന്ന് റോക്കിയെ പ്രൊവോക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് റോക്കി സിജോയെ അടിക്കുന്നതൊക്കെ. എന്തായാലും സ്റ്റോറി അവിടെ കഴിഞ്ഞില്ല. പുറത്തേക്ക് പോയി പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് സിജോ തിരിച്ചു കയറിയത്. തിരിച്ച് കയറിയപ്പോഴേക്കും സിജോയുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ പലരും സിജോക്കാട്ടിലും ഒരുപാട് മുന്നിലേക്ക് യാത്ര ചെയ്തിരുന്നു. മാത്രമല്ല, തിരിച്ചു വന്നതിന് ശേഷം കാട്ടുതീയാകുമെന്ന് പറഞ്ഞ സിജോ എവിടെയും അങ്ങനെ ഒരു കാട്ടുതീയാവുന്നതൊന്നും തന്നെ നമ്മൾ കണ്ടില്ല. അതൊക്കെ ഓരോ ട്രോളുകളായിട്ട് സിജോയുടെ വാക്കുകൾ മാറുകയാണ് ചെയ്തത്. അതിനുശേഷവും സിജോയ്ക്ക് നല്ലൊരു ഇമ്പാക്റ്റ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചുവെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ കുറച്ച് ആരാധകർ മാത്രമേ ഇപ്പോഴും സിജോയ്ക്ക് വേണ്ടി നിൽക്കുന്നതായിട്ട് കാണാറുള്ളൂ. മാത്രമല്ല, ഒരു അവസാനം നന്ദനയും സിജോയും സായിയും കൂടെ കളിച്ചൊരു കോംബോ അത് പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല. അതായത് നന്ദനയ്ക്കൊരു വീട് അല്ലെങ്കിൽ നന്ദനയ്ക്കൊരു പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് നീതിയും ന്യായവും ഇല്ലാതെ കളിക്കുന്ന സിജോയും സായിയും ഒക്കെ കണ്ടപ്പോൾ ഇവർ ഇപ്പോൾ തന്നെ പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ചിന്തിച്ച പലരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ സിജോ പുറത്തായതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ശ്രീധുവിനെക്കാട്ടിലും എന്തുകൊണ്ടും അവിടെ നിൽക്കാനുള്ള യോഗ്യത സിജോയ്ക്ക് തന്നെയായിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നോ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കും. ബിഗ് ബോസിന് വലിയ താല്പര്യമില്ലാത്തവരൊക്കെ പുറത്തേക്കും പോകും. അതുകൊണ്ട് സിജോയോട് പ്രത്യേക താല്പര്യം എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിനുണ്ടെന്ന്. പ്രത്യേകിച്ചും റോക്കിയുടെ പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം തീരെ താല്പര്യം സിജോയോട് ബിഗ് ബോസിനുണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാൽ തന്നെയും സിജോയ്ക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് തിരിച്ചു കയറാനെങ്കിലും പറ്റിയത്. അല്ലെങ്കിൽ ബിഗ് ബോസ് തിരിച്ച് കയറ്റുക പോലും ഇല്ലായിരുന്നു. ഒരു പക്ഷേ സിജോ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് ബിഗ് ബോസിന് പ്രശ്നമായി തീർന്നാലോ എന്ന് വിചാരിച്ചിട്ടാവാം വീണ്ടും തിരിച്ച് കയറ്റിയത്. തനിക്ക് വേറെ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ ചിലപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ടാവാം, ഇതൊന്നും കേസാവാതിരിക്കാൻ. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം സിജോ വീണ്ടും തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത്. അതായത് ഈ പ്രൊവോക്കിംഗ് ഗെയിം കളിക്കുന്നതും അതേപോലെ തന്നെ നീതിയില്ലാതെ ഇനി ചെറിയ ടാസ്കുകളാണെങ്കിൽ പോലും സത്യസന്ധതയില്ലാതെ അവിടെ കളിക്കുന്നതുമൊക്കെ എന്താ പറയുക, അത് മഹാ ബോറായിട്ടാണ് പുറത്തേക്ക് വരിക. പ്രേക്ഷകർ അത് അധികമൊന്നും എൻ്റർടൈൻ ചെയ്യത്തില്ല. എന്തെങ്കിലും ബുദ്ധിയൊക്കെ ഉപയോഗിക്കുന്ന ഗെയിമിലെ ഗ്രൂപ്പൊക്കെ കളിച്ച് രക്ഷപ്പെട്ടാൽ ജനങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കും. പക്ഷേ ഇൻഡിവിജ്വൽ ടാസ്കുകളിലൊക്കെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് ഗ്രൂപ്പായി നിന്നിട്ട് നന്നായിട്ട് കളിക്കുന്നവരെയൊക്കെ ഔട്ടാക്കി കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യില്ല. അതുതന്നെയാണ് സിജോയ്ക്കും സംഭവിച്ചത്. എന്തായാലും ഇത്രയും ദിവസം നിന്ന് സിജോയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു മഴവിൽ മീഡിയ. വീഡിയോ കാണുന്നതിനോടൊപ്പം നമ്മുടെ മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളും എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും ഒക്കെ ആയിട്ട് മഴവിൽ മീഡിയ നിങ്ങളുടെ ഒപ്പം എന്നും ഉണ്ടാവും. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ.